എറണാകുളം ജില്ലയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടായിട്ടോ സ്വന്തമായി താമസിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഹൈവേക്കരികിൽ വില കുറച്ച് വാങ്ങുവാൻ കഴിയുന്ന ഭംഗിയുള്ളൊരു ആർക്കിടെക്ചറൽ വീടായിട്ടോ ഉപയോഗപ്പെടുത്താനാകുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിനോട് തൊട്ടുചേർന്ന് ചൂണ്ടിയിലാണ്. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം 700 മീറ്റർ മാത്രം ദൂരത്തിലായി 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്തായിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി 4 മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വീടിനോട് അനുബന്ധിച്ച് തന്നെ പണിതിരുന്ന 4 BHK വീട് സോൾഡ് ഔട്ടായി അവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഒരു വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ മുഖത്ത് ലഭ്യമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 3 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത്. കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനാണ്. മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. ഭാരത് മാതാ കോളേജിലേക്കെല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആയി നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായി കഴിയും. ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. സാധാരണ 3 BHK വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഭംഗിയിലാണ് ഈ വീട് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ, പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകി ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു TV യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നതും. ചന്ത പാർത്തിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ് ഈ ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ ഭിത്തിയിൽ അടക്കം നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഭംഗിയുള്ള രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു റെസ്റ്റിംഗ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഷെൽഫുകളെല്ലാം ഭംഗിയായി നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. 10-12 പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തിലും നൽകപ്പെട്ടിരിക്കുന്നു. ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ടുള്ള വലിയ മൾട്ടിവുഡ് തീർത്ത വാർഡ്രോബാണ് നമുക്ക് കാണുവാനായി കഴിയുക. അവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. സെമി ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ ഹോബിനുള്ള ഓപ്ഷൻ എല്ലാം ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. മൾട്ടിവുഡ് തീർത്ത ധാരാളം വാർഡ്രോബുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഷീറ്റ് മേഞ്ഞ ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് 14 അടി നീളവും 12 അടി വീതിയിലുമാണ്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഒരു ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വലിയ ഒരു ജനാലയും മേക്കപ്പ് ഏരിയ യൂണിറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാ ബെഡ്റൂമുകളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു. സ്റ്റെയർ കയറി നേരെ നമ്മൾ എത്തി നിൽക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ
ഡൈനിങ് ഏരിയ സ്പേസിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഡെഡിക്കേറ്റഡായി നൽകപ്പെട്ടിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേതുപോലെ തന്നെ 14 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത്. കോർണർ ഭാഗത്തായി വാർഡ്രോബ് കാണാം. മനോഹരമായിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ വീണ്ടും നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയുള്ള വാർഡ്രോബ് മൾട്ടിവുഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ്. വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപം ചൂണ്ടിയിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 700 മീറ്റർ മാത്രം ദൂരത്തിലായി 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 72 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. 90% ബാങ്ക് ലോൺ ഫെസിലിറ്റി നമുക്ക് ഈ വീടിന് ലഭ്യമാണ്. മുൻപേ സൂചിപ്പിച്ച പ്രകാരം എറണാകുളം ജില്ലയിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.